ഗൈസ്, വെൽക്കം, വണക്കം. നിങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ സാരി, ഡ്രസ്സുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എൻ്റെ ചോദ്യം നിങ്ങളുടെ അടുത്താണ്. മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കുറേ അധികം ഇവർക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി പല വീഡിയോസിൻ്റെ അകത്ത് വന്ന് പറയുന്നതും തമ്മിൽ എന്തൊരു വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അഥവാ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ഒന്നാം തര സ്കാമാണ് ഈ മൂൺ ഗോഡസ് എന്നുള്ളൊരു അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്നൊന്നായിട്ട് നോക്കാം. ഇവരുടെ വീഡിയോ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇവർക്കെതിരെയുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ഓരോന്നും വ്യക്തമായി ചെക്ക് ചെയ്യുക. ആദ്യം ഇവരുടെ ഒരു കാര്യത്തിനെക്കുറിച്ച് വ്യക്തവും ക്രിസ്റ്റൽ ക്ലിയറുമായിട്ട് ഒരു ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ വന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നാനൂറിലധികം ആൾക്കാർ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞത്. ഡ്രേക്ക് റെമോർ എന്ന് പറയുന്ന ഒരു ഇത് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിയാണ്. സത്യം, ഈ പറയുന്ന കുറേ അധികം കുണച്ച മറ്റേ ടീംസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ട് പറയണമല്ല, സത്യമായിട്ടും പറയാം. ഇവരെ പിന്താങ്ങുന്ന കുറച്ച് ബ്യൂട്ടി ബ്ലോഗർ ടീംസൊക്കെ ഉണ്ട്. എന്ത് ഇവരുടെ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതേപോലെ എടുത്ത് വെച്ച് പ്രൊമോട്ട് ചെയ്യുകയും ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ പറയുകയും ചെയ്യും. എന്നിട്ട് ഇവരുടെ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന, കല്യാണത്തിന് ഓർഡർ ചെയ്ത കല്യാണത്തിനും കിട്ടത്തില്ല, പറയുന്ന ഡേറ്റിനും കിട്ടത്തില്ലാത്ത രീതിയിൽ നീണ്ടുപോകുന്ന പൈസ കൊടുത്തിട്ട് ഈ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നിര തന്നെയുണ്ട്. ശേഷം മാത്രമാണ് ഓർഡർ മലയാളികൾ എടുത്തു തുടങ്ങുമ്പോൾ മാത്രമാണ് ഇവര് റോ മെറ്റീരിയൽസ് പോലും എടുക്കുക. എന്തൊരു തെണ്ടിത്തരോടെ! അതായത് റോ മെറ്റീരിയൽസ് എടുക്കുന്നത് ഈ ഓർഡർ എല്ലാം വന്നെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അവരുടെ സാധനങ്ങൾ തുടങ്ങിയേക്കാം എന്നൊക്കെ പറഞ്ഞത്. അതായത് ഓൾറെഡി കയ്യിലേക്ക് വരുന്ന പൈസ എന്തുമാത്രമായിരിക്കും എന്ന് ചിന്തിക്കണം. അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇവരെല്ലാം പറയുന്നത് ഇവരുടെ ഷിപ്പിങ്ങിനെ കുറിച്ച് കുറേ അധികം മുൻകാലങ്ങൾ വീഡിയോ വന്ന സമയത്തെല്ലാം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്ര ദിവസം വരെയാണെന്നുള്ളത്. പക്ഷേ ഇന്ന് ഒരു വേറെ വീഡിയോസ് വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. അതിനകത്തെല്ലാം അവർ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അത് 6 മാസം ആയിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടെന്നേ. അബ്സല്യൂട്ട്ലി, ഇതാണ് സ്കാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൈസ വെച്ചിട്ട് മറ്റേ ആൾക്കാർ അതിനെ വെച്ച് നമ്മളെ മാനിപ്പുലേറ്റും ചെയ്ത് ഇവർ അതിനെ കുറേ അധികം നാൾ നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന സാധനം തന്നെയാണ് സ്കാം. നമ്മൾ സ്കാം എന്ന് പറയുന്നത് റമ്മിയും ഓൺലൈൻ ഗെയിമിങ്ങും ഡേറ്റിംഗ് ആപ്പും മാത്രമല്ല, ഈ സാധനവും സ്കാമാണ്. കാരണം പൈസ വെച്ചിട്ടുള്ള കാര്യമാണ്, എന്നിട്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. അതിലൂടെ ഒരുപാട് പൈസ ആർജിക്കുന്നുണ്ട്. ദാറ്റ് സ്കാം. സിംഗിൾ ഒരു വുമൺ ഓണ്ടർപ്രണറാണ്. ഒരു ഫീമെയിൽ ഓണ്ടർപ്രണറിനെ താഴെ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്താനോ വേണ്ടിയിട്ട് മാത്രമല്ല വീഡിയോ. ജെന്യുവൻലി ഓരോരോ വ്യക്തികളുടെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ലിങ്ക് കാണാം, എന്റെ സ്റ്റോറി ലിങ്ക് കാണാം ഫോർ ഈസി ആക്സസ്. അവിടെ ചെല്ലുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവോയ്സ് നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. വി ആർ മൂവിങ് തിങ്സ് ലീഗലി. സ്നേഹം പരക്കട്ടെ. അപ്പോൾ ഇവരെല്ലാവരും ലീഗലായിട്ട് ഈ ഒരു കാര്യത്തിലെല്ലാം ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അത് പുള്ളി മറ്റൊരു വീഡിയോയുടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ലഹരി അറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇറങ്ങി നിന്ന് ഗാലറിയിൽ നിന്ന് ഇപ്പൊ കളിയുണ്ട്. ഇപ്പൊ ആർക്കാ കസ്റ്റമേഴ്സിനെ പറ്റിക്കുമ്പോ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാ. ഈ കമന്റ് ബോക്സിലെ കമന്റിലെ ബഹുഭൂരിപക്ഷം കമന്റ്സും ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് പറ്റിക്കപ്പെട്ട ആൾക്കാരാണ് അവർ കമന്റ് ചെയ്തേക്കുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇവരുടെ ഒരു 4 മാസത്തിന് മുമ്പ് തന്നെ ഇവരുടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പണി കിട്ടിയ ഒരു പുള്ളിക്കാരത്തിന്റെ വീഡിയോ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ മൂൺ ഗോഡ്സുകാരെ പറ്റിയിട്ടാട്ടോ.
മൂൺ ഗോഡ്സുകാരെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവരെ പറ്റി ഒരു 2-3 വീഡിയോസ് ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഡെലിവറിനെയാണ് എപ്പോഴും ആൾക്കാർ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ലേറ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ എടുക്കുന്നുണ്ട്, 2 വർഷം എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഓരോ കണക്കുകൾ ഓരോരുത്തർ പറയുന്നു. അങ്ങനെ വെച്ചിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ ഓരോരുത്തർ പറഞ്ഞപ്പം ഞാൻ അത് നോട്ട് ചെയ്ത കാര്യം, ഇവർ ഡെലിവറി എന്നുള്ളത് ഇവർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവർ ഒരു 75 to 90 വർക്കിംഗ് ഡേയ്സ് ആണ് ഇവർ ഡെലിവറിക്ക് വേണ്ടി പറയുന്നത്. വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അവിടെ വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും ലേറ്റ് ആകും. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടവർ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കണം, ഈ മൂൺ ഗോഡസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻകാലത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആളിന് പിൽക്കാലത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. വീഡിയോസ് ഇട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഇവരുടെ അടുത്ത് ഇവർക്ക് ഡെലിവറി ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഓർഡർ കൊടുത്തേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് എൻ്റെ കയ്യിൽ ഏകദേശം 2.5 മാസം കൊണ്ട് അങ്ങനെ കിട്ടി. അത് ഇവരുടെ ഒരു ഓൺലൈനിൻ്റെ ഒരു തുടക്ക സമയമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 2.5 മാസം കൊണ്ട് കൈ കിട്ടിയ പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻ വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരു ഡാമേജും ഇല്ല. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സുകളിൽ 2-3 എണ്ണം അവരുടെ തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടോ. പക്ഷേ ഇപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്നുള്ള വന്നിരിക്കുന്നത്. കാരണം എനിക്ക് അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ടീം, നിങ്ങൾ പറയുന്ന പ്രകാരം ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തിപ്പോ. നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങളോട് ഇത് തന്നെയാണ് ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആരും അധികം കുറ്റം പറഞ്ഞ് ഞാൻ എവിടെയും കേൾക്കുന്നില്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവർ ഈ സാധനം ഷിപ്പ് ചെയ്ത് ഈ സാധനം ആൾക്കാർക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു സാധനം നിങ്ങളൊക്കെ ഈ വാങ്ങുന്ന ഡ്രസ് മെറ്റീരിയൽസിനകത്തൊരു മിനിമം ഏറ്റവും കുറഞ്ഞൊരു 500 റുപ്പീസ് ആവുമെന്ന് വിചാരിക്കുക. ഒരു 500 റുപ്പീസിന് നിങ്ങൾ ഓർഡർ കൊടുത്തു. 500 × 10 10 പേരാകുമ്പോഴേക്കും 5000 ആയി, 5000 ആയി. ഇവർക്കൊക്കെ വരുന്നത് ആയിരക്കണക്കിന് ഓർഡേഴ്സാണ്. എന്നാൽ ഏറ്റവും മിനിമമായിട്ട് ഈ 500 × 10 5000, 500 × 100 50000, 500 × 1000 5 ലക്ഷം. ഇങ്ങനെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പർട്ടിക്കുലർ സംഭവം ഒരു റീലിടുകയോ പ്രൊമോഷൻ ചെയ്യുമ്പോഴേക്കും ഒരു 5 ലക്ഷത്തോളം ആണ് ആ ഒരു ഇതിൻ്റെ ഏറ്റവും മിനിമം ഒരു ക്വാണ്ടിറ്റിയിലേക്ക് അവർ വരുന്നത്, കയ്യിലേക്ക് വരുന്ന പൈസ. ഈ മൊത്തം വരുന്ന പൈസ ഇതുപോലെ എത്രയോ പ്രോഡക്റ്റുകൾ അവിടെ ഇവിടെയും ഓൾറെഡി ഓർഡർ വന്നുകൊണ്ടേയിരിക്കും. 1000, 2000, 5000 ഒക്കെ വരട്ടെ, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയായിരിക്കാം ബിസിനസ്. പക്ഷേ ഈ വരുന്ന സാധനത്തിനനുസരിച്ചിട്ട് ആ ഒരു കാര്യത്തിന് ആൾക്കാരിലേക്ക് എത്തിക്കാതെ ഈ കയ്യിൽ ഈ പൈസയും വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ ആൾക്കാർക്ക് ഈ ഒരു സാധനം വളരെ ഡിലേ ആക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് ഇവർ ആ പൈസ ഇവർക്ക് ഏത് തരത്തിലേക്കൊക്കെ യൂസ് ചെയ്യാം. കാരണം കൈ പൈസ ഇരിക്കുവാണ്. അതായത് ആൾക്കാർക്ക് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, പ്രോമിസിംഗ് ആയിട്ട് അവർക്ക് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ. നമുക്ക് ഇത്ര ദിവസത്തിനകത്ത് ആ സാധനം കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ ഈ കമൻറ്റ് ബോക്സുകളിൽ എല്ലായിടത്തും അത് കാണാം. സ്നേഹം കൂടി ഞാൻ പറയുന്നത്. കാരണം നമ്മളിങ്ങനെ ആളുകളെ പറ്റിച്ചും അവരുടെ പ്രാക്ക് നേടി നമ്മൾ ഉണ്ടാക്കുന്ന പൈസ വാഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും വാഴത്തില്ല. അത് നിങ്ങൾക്കായാലും എനിക്കായാലും ഈ ലോകത്തുള്ള ഏത് മനുഷ്യനായാലും മറ്റുള്ളവരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ശാപം കിട്ടി, അവരുടെ ഒരു പ്രാക്ക് കിട്ടി, നമ്മളൊരു സാധനം ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 10,000 രൂപയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ വഴിക്ക് പോകും. അപ്പോൾ വെറുതെ ആളുകളെ ശാപവും വാങ്ങാതെ, ആളുകളുടെ ഈ പ്രാക്കും വാങ്ങാതെ, അവരുടെ ഈ എല്ലാം ദേഷ്യവും എല്ലാം നിങ്ങളുടെ മേത്തോട്ട് അടിച്ചേൽപ്പിക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന പണി നിങ്ങൾ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഈ അടിച്ചെണ്ണാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതിൻ്റെ എക്സ്ട്രീം വെർഷനാണ്. കാരണം ഈ പറയുന്ന മൂൺ ഗോഡസ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തി, അവരുടെ പേര് അനിത അങ്ങനെ സംതിങ്, അവരെ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ട വ്യക്തിയാണ് ഇന്ന് വന്നിരുന്നിട്ട് അവർക്കുണ്ടായ ദുരനുഭവം വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന സമയത്ത് നിങ്ങൾ കൊടുക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ട്രൈ ചെയ്യുക. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ പറഞ്ഞു ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഇതിന് മുമ്പ് ഞാൻ 2-3 ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ടും ഇവരുടെ പേജ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഇവരുടെ വീഡിയോസും കാരണം എല്ലാം കാണും. വാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഡെലിവറി ടൈം ഓർക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നത്തില്ല. കാരണം ഈ ഒരു 75 to 90 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ മാസങ്ങൾ 6, 7, 8 ചിലർ 1 ഇയർ എന്നൊക്കെ പറയുന്നത് അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യാൻ നിന്നിട്ടില്ല. എന്നാലും ഞാൻ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു, ഒക്ടോബർ ലാസ്റ്റ് വീക്ക് 2024 ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിപ്പം മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോകുന്നു. ഇതുവരത്തേക്കും കൈ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ 5-6 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 8 മാസം 70 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള സാധനം ആവുന്നു. പോട്ടെ, അവരുടെ ഒരു നിയമം അനുസരിച്ച് അവർ ഒരു വർഷം എടുക്കുക. ലേറ്റ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ കൊടുത്ത ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ വരട്ടെ നോർത്തിട്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനുവരി 22-ന് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു. അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡെലിവറി 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാൻ നിൽക്കില്ല. കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ്. ജനുവരി 22, 2025 ജനുവരി 22, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ കുറെ വിക്ടിം കാർഡ്, ഇരവാദം, മറ്റത് മറിച്ചത്, ഒരു പെൺകുട്ടി ആയതുകൊണ്ട്, ഒരു സ്ത്രീയുടെ ഒരു സംഭവം ആയതുകൊണ്ട് ആൾക്കാരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവരുടെയൊക്കെ ഈ സ്ത്രീ പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളൂ, ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു തരത്തിലും എവിടെയും ആരും എത്തിയതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല.
അത് എവിടെയെങ്കിലുമൊക്കെ ഒരു മനുഷ്യപ്പറ്റി കാണിക്കണ്ടേ? ഇത്രയും പേര് കുത്തിയിരുന്ന് ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നി വാങ്ങുകയും ചെയ്യുന്ന മെറ്റീരിയൽസിന് ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നില്ലെന്നേ. അതായത് കമന്റ് ബോക്സ് കാണാൻ ഓണം കളക്ഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇടും, പക്ഷേ അത് കിട്ടണമെങ്കിൽ അടുത്ത വിഷുവെങ്കിലും ആവണം. ആൾക്കാർ കമന്റ് ചെയ്ത് ചിരിക്കുക. എനിക്ക് കഴിഞ്ഞ ഓണത്തിന് ബുക്ക് ചെയ്തിട്ട് ഇനിയും കിട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ ഓണത്തിന് ബുക്ക് ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഓർഡർ കറക്റ്റാണ്, ഞാൻ ഓർഡർ ചെയ്ത ടോപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര പേരാ? 100 കണക്കിന് ആൾക്കാർ കമന്റ് നോക്കണം. സിമ്പിൾ സൊല്യൂഷൻ, ഡോണ്ട് ഓർഡർ ഫ്രം ദീസ് ബ്യൂട്ടീക്സ്. സത്യമാ. അവസാനം പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമായി ചേച്ചി. ഒരുപാട് ബാഡ് റിവ്യൂസ് കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാവരും ഇനി ഒരിക്കലും ഓർഡർ ചെയ്യില്ല എന്ന് പറഞ്ഞുള്ളൂ. എന്നേ പറഞ്ഞുള്ളൂ. പരാതിയുമായി മുന്നോട്ട് പോകാത്തത് തന്നെയാണ് ഇവരെ പോലുള്ളവർക്കൊക്കെ ഒരു സീരിയസ്ലി നിങ്ങളെ പറ്റിക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ ലീഗലായിട്ടൊക്കെ എന്തുകൊണ്ട് പോകുന്നില്ല? ഇവരെയൊക്കെ വച്ച് പൊറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതുമില്ല. കാരണം നമ്മളോട് ഒരു നീതിയും കാണിക്കാതെ നമ്മുടെ പൈസയ്ക്ക് ഒരു വിലയും തരാതെ അവർക്ക് തോന്നും പോലെ കാണിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഭയങ്കര ന്യായം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഇനി ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയ ഭാഗം കാണാം. എന്തും നേടിയെടുക്കാൻ നമുക്ക് ഈസിയാണ്, നിലനിർത്താനാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടാണ് എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. എല്ലാവരും പറഞ്ഞു സീറോയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരിക്കലും ഒരു രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് നല്ല കഴിവുണ്ട്. അപ്പം എന്നെ വേറെ ആൾക്കാർ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരാൻ ചാൻസസ് ഉണ്ട്. എല്ലാം ഞാൻ ഫേസ് ചെയ്ത് വന്ന ആളാണ്. എനിക്ക് തോന്നണില്ല ഒരു പെണ്ണ് അനുഭവിക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ ബൊട്ടിക്സും മോഡൽസിനും വെച്ച് ഷൂട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഓക്കെ, ഇനിയിപ്പോൾ പുള്ളിക്കാരത്ത് കഷ്ടപ്പെട്ട് വന്നതൊക്കെ ആയിരിക്കും, നമുക്കതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ വന്ന് നടക്കുന്നത്, ഈ വീഡിയോക്കകത്ത് 41 കമൻസേ ഉള്ളൂ. ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു ഇതിനകത്ത് ഇവരെ പ്രൈസ് ചെയ്യുന്ന, ഇവരെ പൊക്കി പറയുന്ന തരത്തിലുള്ള കമൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഇൻട്രാക്ഷൻ നടത്തിയിട്ടുള്ള ഒരൊറ്റ കമൻറ്റ് പോലും ഇതിനകത്ത് കാണാൻ പോലും പറ്റത്തില്ല. ഓക്കെ, എനിവേ അത് സംഭവം തരാം. ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നവരാണെങ്കിൽ കഷ്ടപ്പെട്ട് പൈസ എടുത്ത്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരെയും പറ്റിക്കാതിരിക്കും പ്ലീസ്. സീരിയസ്ലി, നിങ്ങളിപ്പം ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ ഇത്രയും ആൾക്കാർ ഒരുമിച്ചുകൊണ്ട് മാസ് പെറ്റീഷൻസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഉടായ്പ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം നോർത്ത് ഇന്ത്യക്കാരൻ വരെ പറ്റിക്കുന്നു, മറ്റുള്ള ഓൺലൈനായിട്ടുള്ള മറ്റുള്ള ഗാംബ്ലിംഗ് ആപ്പുകളിലൂടെ പറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതും ഒരു സ്കാമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ. കാരണം എത്രയോ ആൾക്കാരാണ് പറയുന്നത്. ആരെങ്കിലും ഇവരോട് വലിയ വ്യക്തിവൈരാഗ്യം വെച്ചിട്ടായിരിക്കും പറയുന്നത്? ഒരിക്കലുമല്ല. സോ ഇതൊക്കെ നിയമപരമായിട്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഉള്ളൊരിത്. നിയമപരമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇവിടെ ഓർഡർ കൊടുത്തിട്ട് ഇത്രയും സംഭവം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, ഷിപ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളതൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യണം. കൺസ്യൂമർ കോർട്ടൊക്കെ വെറുതെ വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും അല്ല, അതൊക്കെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രം ഇതിനകത്തൊരു കറക്റ്റ് ഒരു ലെവൽ വരുള്ളൂ. ഇത് കാണുന്ന ആൾക്കാർ പോയി വാങ്ങിക്കും, പൈസ പൊയ്ക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതല്ലാതെ മറ്റേതെങ്കിലും ബോട്ടിക്സ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ ചതിക്കുന്നുണ്ടോ, വഞ്ചിക്കുന്നുണ്ടോ, എന്താണ് മൂൺ ഗോഡസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്ന റേസ്. Bye.